ഒരുപാട് ജൈൻ ടെമ്പിളുകളുള്ള ഒരു സ്ഥലമാണ് വയനാട്. അതിലൊരു ജൈൻ ടെമ്പിളിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ പനമരത്തിൻ്റെ അടുത്ത് നടവേൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നടവേലിൽ നിന്ന് പനമരത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ജൈൻ ടെമ്പിൾ ഉള്ളത്. ഇതാണ് അങ്ങോട്ട് കയറുന്ന ആ വഴീൻ്റെ അവിടെയുള്ള ബോർഡൊക്കെ. വിഷ്ണു ടെമ്പിൾ, വിഷ്ണുഗുഡി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, തൃശ്ശൂർ സർക്കിൾ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് പുറകിലെ ഈ ഒരു വഴിയുണ്ട്, അത് ശരിക്കും ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താ സ്ഥിതിയെന്ന്. ഞാൻ ബൈക്കൊക്കെ എടുത്താണ് ഇറങ്ങിയേക്കുന്നത്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജൈൻ ടെമ്പിൾ 0.1 കിലോമീറ്റർ. പിന്നെ ഇവിടെ കുറേ സംരക്ഷിത സ്മാരകം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ട്, ഫൈനിൻ്റെ കാര്യങ്ങളും. ഉള്ളിൽ കയറി നിയമം ലംഘിക്കുന്നവർക്ക് 2 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ഇത് ഉള്ളിലോട്ടൊന്നും പോകാനില്ല, നമ്മളത് എവിടെയാണ് നിന്നത്. ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്തി. ഇതാണ് അതിൻ്റെ ഗേറ്റും കാര്യങ്ങളും. ഒരു പൂട്ടൊക്കെ ഉണ്ട്, ഇത് പൂട്ടാറുണ്ടോ? അതാ അമ്പടാ ഒരു മയിൽ കാണുന്നുണ്ടോ? കയറാൻ നേരത്തേക്ക് ഒരു മയിൽ എവിടെ നിന്ന് പോകുന്നു നോക്കി നോക്കാം. മയിലിൻ്റെ വലിയ പീലിയൊക്കെ ഉള്ള മയിലാണല്ലോ. വാ, അടിപൊളി. കാണുന്നുണ്ടോ മയിലിനെ? വാല് മാത്രം കാണുന്നതാണ് മയിൽ. കൂന്നില്ല, അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. എന്നെ നോക്കി നിൽക്കുന്നുണ്ട്, കൂവുണ്ടോ? ഓക്കെ, കൂന്നില്ല. ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറി നോക്കാം എന്തായാലും എന്തൊക്കെ ഉണ്ടെന്ന്. കമ്പിവേലിയൊക്കെ വെച്ച് ഫുള്ള് മൂടിയിട്ടുണ്ട്. നമ്മൾ ബത്തേരിയിൽ കണ്ട പോലത്തെ തന്നെ ഒരു ജൈൻ ടെമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് കല്ല് കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ടെമ്പിൾ. കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. കുറേ ഭാഗമൊക്കെ പൊളിഞ്ഞു പോയിരുന്നു നമ്മുടെ. കുറേ ഭാഗമൊക്കെ പൊട്ടിപ്പോയി. കയറി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നല്ല തണുപ്പാട്ടോ അതിൻ്റെ ഉള്ളിൽ. എക്കോ ഒക്കെ അടിക്കുന്നുണ്ട്. ഇതൊക്കെ കല്ലൊക്കെ പൊട്ടി വീണിട്ടുണ്ടല്ലോ അതിൽ. ഇവിടെ എന്തോ ഉണ്ട്. ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ വിഗ്രഹം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു കാണണം. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇവിടെ വെള്ളം ഒഴുകി വരുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നായിരിക്കണം വിഗ്രഹമൊക്കെ ഇരുന്നിട്ടുണ്ടാവുക. കണ്ടോ, കുറേ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയി. എന്തൊക്കെയോ ചിത്രങ്ങൾ പോലെ ഉണ്ട്. ഇത് ഞാൻ ശരിക്കും കംബോഡിയയിലൊക്കെ പോയപ്പോൾ അവിടെയുള്ള പോലത്തെ ഒരു സംഭവം പോലെ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഹൈറ്റ് കുറവാണ് വാതിലിൻ്റെ അവിടെ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മറഞ്ഞു വീഴാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട് അവിടെ. കൊള്ളാമല്ലേ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന സെറ്റപ്പ്.
ഇതിൻ്റെ ഉള്ളിലൊക്കെ പണ്ട് ഭയങ്കര നിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ സാധനമാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. നമുക്ക് ഡ്രോൺ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇതിന് പെർമിഷൻ വേണമെന്നാണ് പറഞ്ഞത്. ആർക്കിയോളജിക്കൽ വിഭാഗത്തിൻ്റെ തൃശ്ശൂരിൽ നിന്നുള്ള പെർമിഷൻ വേണം. അതുണ്ടെങ്കിലേ നമുക്ക് ഡ്രോൺ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. സോ അതെടുത്തിട്ടില്ല. മയിൽ ഇതുവരെ പോയിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എടാ ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു പോയി നോക്കുന്നുണ്ട് നമ്മളെ. പറന്ന് വരുമോ എന്തോ.